തോബശ്ലോം ലെഹെർഗോ ത്മീനോയോ ദിലേശോനോ സുറിയോയോ. സുറിയാനി ഭാഷാ പഠനത്തിൻ്റെ 8ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഇതുവരെയുള്ള ക്ലാസ്സുകളിലായി നാം പഠിച്ച ആദ്യത്തെ 10 അക്ഷരങ്ങൾ, 5 സ്വരങ്ങൾ, 3 മുഖ്യ ഉച്ചാരണ നിയമങ്ങൾ, 2 ചെറിയ ഉച്ചാരണ നിയമങ്ങൾ, വാവ് എന്ന അക്ഷരവുമായി ബന്ധപ്പെട്ട 5 ഉച്ചാരണ നിയമങ്ങൾ, യൂദ് എന്ന അക്ഷരവുമായി ബന്ധപ്പെട്ട 5 ഉച്ചാരണ നിയമങ്ങൾ ഒന്നിച്ച് നമുക്ക് കാണാം. പഠിപ്പിച്ചിടത്തോളം കാര്യങ്ങൾ അവസാനം നമുക്ക് ഓർമ്മിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്യാം. നാം ആദ്യം പഠിച്ചത് അക്ഷരമാലയിലെ ആദ്യത്തെ 4 അക്ഷരങ്ങളാണ്. ഓലാഫ്, ബേത്ത്, ഗോമാൽ, ദോലാത്ത്. എഴുതുന്ന രീതിയും ഇവിടെ കാണിച്ചിട്ടുണ്ട്. പിന്നീട് ആദ്യത്തെ 3 സ്വരങ്ങൾ ആ, ആ, ഓ, ഓ, എ, എ. പിന്നീട് 3 അക്ഷരങ്ങൾ ഹേ, വാവ്, സൈൻ. 2 സ്വരങ്ങൾ ഉ, ഊ, ഇ, ഈ. 8ാമത്തെയും 9ാമത്തെയും 10ാമത്തെയും അക്ഷരങ്ങൾ ഹേത്ത്, തേത്ത്, യൂദ്. ഈ 10 അക്ഷരങ്ങളിൽ 5 അക്ഷരങ്ങൾ വലതുവശത്തെ അക്ഷരവുമായി മാത്രം ബന്ധിപ്പിച്ച് എഴുതുന്നവയാണ്. അവ ഓലാഫ്, ദോലാദ്, ഹേ, വാവ്, സൈൻ. സ്വരം ചേർത്ത് ഇവയെ വേണമെങ്കിൽ ഒറ്റപ്പദമായിട്ട് പറയാവുന്നതാണ്. അത് ഹാവാസ്, അത് ഹാവാസ്. ഓലാഫ്, ദോലാദ്, ഹേ, വാവ്, സൈൻ. ബാക്കി 5 അക്ഷരങ്ങൾ ഇരുവശത്തെയും അക്ഷരങ്ങളുമായി ബന്ധിപ്പിച്ച് എഴുതുന്നതാണ്. അവ ബേത്ത്, ഗോമാൽ, ഹേത്ത്, തേത്ത്, യൂദ്. ഈ 5 അക്ഷരങ്ങളും ഇരുവശങ്ങളിലെയും അക്ഷരങ്ങളുമായി ബന്ധിപ്പിച്ച് എഴുതുന്നു. ബേത്ത്, ഗോമാൽ അടുപ്പിച്ചുള്ള 2 അക്ഷരം, പിന്നീട് ഹേത്ത്, തേത്ത്, യൂദ് അടുപ്പിച്ചുള്ള 3 അക്ഷരങ്ങൾ. ഇവിടെ കാണുന്നത് ഓലാഫ് എന്ന അക്ഷരം തനിച്ച് നിൽക്കുന്ന രൂപവും മറ്റ് അക്ഷരവുമായി ബന്ധിപ്പിച്ച് എഴുതുന്ന രൂപവുമാണ്. തനിച്ച് നിൽക്കുമ്പോൾ അത് വളഞ്ഞാണ്, മറ്റക്ഷരവുമായി ബന്ധിക്കുമ്പോൾ അത് നേരെ ആകുന്നു. ഇത് ദോലാദ് എന്ന അക്ഷരം തനിച്ച് നിൽക്കുമ്പോഴുള്ള രൂപവും പ്രീവിയസ് ലെറ്ററുമായി തൊട്ടു മുമ്പിലെ അക്ഷരവുമായി ബന്ധിപ്പിച്ച് എഴുതുമ്പോഴുള്ള രൂപവും. തേത്ത് എന്ന അക്ഷരം തനിച്ച് നിൽക്കുന്ന രൂപവും മറ്റ് അക്ഷരവുമായി ബന്ധിപ്പിച്ച് എഴുതുന്ന രൂപവും. അപ്പോൾ 3 അക്ഷരങ്ങളാണ് ഓലാഫ്, ദോലാദ്, തേത്ത്. ഈ 3 അക്ഷരങ്ങളാണ് രൂപം മാറുന്ന അക്ഷരങ്ങൾ. നമ്മളിതുവരെ പഠിച്ച 10 അക്ഷരങ്ങളിൽ. ഒന്നാമത്തെ മുഖ്യ ഉച്ചാരണ നിയമം.
ഒരു പദത്തിലെ രണ്ടോ അതിലധികമോ അക്ഷരങ്ങൾക്ക് തുടർച്ചയായി സ്വരങ്ങൾ വന്നാൽ ആദ്യത്തേതുൾപ്പെടെ എല്ലാ സ്വരങ്ങളും ദീർഘമായും അവസാനത്തെ സ്വരം മാത്രം ഹ്രസ്വമായും ഉച്ചരിക്കുന്നു. ആ ബോ ഹോ യോ, ആ ബോ ഹോ യോ. If two or more letters of a word have continuous vowels, all vowels are pronounced long except the last. ആബോഹോയോ. രണ്ടാമത്തെ മുഖ്യ ഉച്ചാരണ നിയമം. ഒരു പദത്തിലെ അന്ത്യാക്ഷരത്തിന് സ്വരമില്ലെങ്കിൽ അതിൻ്റെ അക്ഷരത്തിൻ്റെ സ്വരം ദീർഘമായി ഉച്ചരിക്കുന്നു. ബഗാവ്. ഒരു പദത്തിലെ അന്ത്യാക്ഷരത്തിന് സ്വരമില്ലെങ്കിൽ അതിലെ തൊട്ടു മുമ്പിലെ അക്ഷരത്തിൻ്റെ സ്വരം ദീർഘമായി ഉച്ചരിക്കുന്നു. ബഗാവ്. If the last letter of a word does not have any vowel, then the vowel of its previous letter is pronounced long. ബഗാവ്. ഇനിയും മൂന്നാമത്തെ മുഖ്യ ഉച്ചാരണ നിയമം. ഒരു പദത്തിലെ അക്ഷരങ്ങൾക്കിടയിൽ സ്വരമില്ലാത്ത അക്ഷരം വന്നാൽ അതിൻ്റെ തൊട്ടു മുമ്പിലെ അക്ഷരത്തിൻ്റെ സ്വരം ഹ്രസ്വമായി ഉച്ചരിക്കുന്നു. ദഹ് ബോ. If there is a letter without vowel in the middle of a word, then the vowel of this vowelless letter is pronounced short. ദഹ്ബോ. ഇനിയും ചെറിയ ഉച്ചാരണ നിയമങ്ങൾ രണ്ടെണ്ണം പഠിച്ചു, അത് നോക്കാം. ഒന്നാമത്തെ ചെറിയ ഉച്ചാരണ നിയമം. ഓലാഫിൽ അവസാനിക്കുന്ന പദത്തിൻ്റെ തൊട്ടു മുമ്പുള്ള അക്ഷരത്തിൻ്റെ സ്വരം എപ്പോഴും ഹ്രസ്വമായി ഉച്ചരിക്കുന്നു. ഗ ബോ. If the final letter of a word is olaf, the vowel of its immediate previous letter is pronounced short. G bo. ഇനിയും രണ്ടാമത്തെ ചെറിയ ഉച്ചാരണ നിയമം. ഒരു പദത്തിലെ ഒരു സ്വരത്തിന് ഒരേ സമയം ഒന്നാമത്തെയും രണ്ടാമത്തെയും മുഖ്യ ഉച്ചാരണ നിയമം ബാധകമായി വന്നാൽ രണ്ടാമത്തെ നിയമം അനുസരിച്ചാണ് വായിക്കുന്നത്. ഏബാദ്. If the first and second major rules are applicable to a vowel at the same time, then the second rule prevails. ഏബാദ്. ഇനിയും വാവ് എന്ന അക്ഷരവുമായി ബന്ധപ്പെട്ട 5 ഉച്ചാരണ നിയമങ്ങളിലെ ആദ്യത്തെ ഉച്ചാരണ നിയമം. ഉ എന്ന സ്വരത്തിന് ശേഷം വരുന്ന വാവ് ഉച്ചരിക്കുന്നില്ല. ഗൂബോ. The letter vav that comes after the vowel u is not pronounced. വാവ് എന്ന അക്ഷരവുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ ഉച്ചാരണ നിയമം. ഓ എന്ന സ്വരത്തിന് ശേഷം വരുന്ന വാവ് എന്ന അക്ഷരം ഉച്ചരിക്കുന്നില്ല. ഉദാഹരണം ഓ. The letter vav that comes after the vowel o is not pronounced. ഇനിയും വാവ് എന്ന അക്ഷരവുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ ഉച്ചാരണ നിയമം. ആ എന്ന സ്വരത്തിന് ശേഷം വരുന്ന വാവ് എന്ന അക്ഷരം ഔ എന്ന് ഉച്ചരിക്കുന്നു. ഉദാഹരണം ഗൗസോ. The letter vav that comes after the vowel a is pronounced as
ഔ, ഗൗസോ. വാവ് എന്ന അക്ഷരവുമായി ബന്ധപ്പെട്ട നാലാമത്തെ ഉച്ചാരണ നിയമം. ഒരു പദത്തിലെ അവസാനത്തെ അക്ഷരം വാവ് വരികയും ആ വാവിനും അതിന് തൊട്ടു മുമ്പുള്ള അക്ഷരത്തിനും സ്വരമില്ലാതിരിക്കുകയും ചെയ്താൽ ആ വാവ് ഉച്ചരിക്കുന്നില്ല. Last letter of a word is vav, and this final vav and its previous letter do not have any vowel, then that vav is not pronounced. Ebad. ഇനിയും വാവ് എന്ന അക്ഷരവുമായി ബന്ധപ്പെട്ട അവസാനത്തെ അഞ്ചാമത്തെ ഉച്ചാരണ നിയമം. രണ്ട് പദങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുമ്പോൾ വാവ് ഉ എന്നാണ് ഉച്ചരിക്കുന്നത്. ആബോ ഉ ബോബോ. When vav is used to connect words and sentences as conjunction, then it is pronounced as u. ആബോ ഉ ബോബോ. ഇനിയും നമ്മൾ പഠിച്ച യൂദ് എന്ന അക്ഷരവുമായി ബന്ധപ്പെട്ട് 5 നിയമങ്ങളാണ് ഉള്ളത്. അതിലെ ആദ്യത്തെ നിയമം, ഈ എന്ന സ്വരത്തിന് ശേഷം വരുന്ന യൂദ് എന്ന അക്ഷരം ഉച്ചരിക്കുന്നില്ല. ഈദോ. The letter yud that comes after the vowel e is not pronounced. Edo. യൂദ് എന്ന അക്ഷരവുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ ഉച്ചാരണ നിയമം, എ എന്ന സ്വരത്തിന് ശേഷം വരുന്ന യൂദ് എന്ന അക്ഷരം ഉച്ചരിക്കുന്നില്ല. ദേ. The letter yud that comes after the vowel a is not pronounced. They. യൂദ് എന്ന അക്ഷരവുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ ഉച്ചാരണ നിയമം, ആ എന്ന സ്വരത്തിന് ശേഷം വരുന്ന യൂദ് എന്ന അക്ഷരം ഐ എന്ന് ഉച്ചരിക്കുന്നു. ഐദോ. The letter yud that comes after the vowel a is pronounced as I. ഐദോ. യൂദ് എന്ന അക്ഷരവുമായി ബന്ധപ്പെട്ട നാലാമത്തെ ഉച്ചാരണ നിയമം, ഓ എന്ന സ്വരത്തിന് ശേഷം യൂദ് എന്ന അക്ഷരം വന്നാൽ ഒയ് എന്ന് ഉച്ചരിക്കുന്നു. ഹൊയ്. The letter yud that comes after the vowel o is pronounced as oy. Hoy. യൂദ് എന്ന അക്ഷരവുമായി ബന്ധപ്പെട്ട അഞ്ചാമത്തെ ഉച്ചാരണ നിയമം, ഒരു പദത്തിലെ അവസാനത്തെ അക്ഷരം യൂദ് വരികയും ആ യൂദിനും അതിനു മുമ്പുള്ള അക്ഷരത്തിനും സ്വരമില്ലാതിരിക്കുകയും ചെയ്താൽ ആ യൂദ് ഉച്ചരിക്കുന്നില്ല. ഏബാദ്. If the last letter of a word is yud and this yud and its previous letter do not have any vowel, then this yud is not pronounced. ഏബാദ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഈ പഠിച്ച പാഠങ്ങൾക്ക് ഒരു പരീക്ഷ, 2 പരീക്ഷയാണ് ഉള്ളത്. ഒന്നാമത്തെ പരീക്ഷ അക്ഷരമാലയും സ്വരങ്ങളും. ചോദ്യക്കടലാസ് പരിശോധിക്കാം. ഒന്നാമത്തെ പരീക്ഷ അക്ഷരമാല സ്വരങ്ങൾ. ഒന്നാമത്തെ ചോദ്യം, അക്ഷരമാലയിലെ ആദ്യത്തെ 10 അക്ഷരങ്ങൾ.
രണ്ടാമത്തെ ചോദ്യം, വലതുവശത്തെ അക്ഷരവുമായി മാത്രം ബന്ധിപ്പിച്ചെഴുതുന്ന 5 അക്ഷരങ്ങൾ. മൂന്നാമത്തെ ചോദ്യം, ഇരുവശങ്ങളിലെയും അക്ഷരങ്ങളുമായി ബന്ധിപ്പിച്ചെഴുതുന്ന 5 അക്ഷരങ്ങൾ. നാലാമത്തെ ചോദ്യം, ബന്ധിപ്പിച്ച് എഴുതുമ്പോൾ രൂപം മാറുന്ന 3 അക്ഷരങ്ങൾ. അഞ്ചാമത്തെയും അവസാനത്തെയും ചോദ്യം, 5 സ്വരങ്ങൾ. First examination, alphabets and vowels. First question, the first 10 letters of the alphabet. Second question, 5 letters that connect only to the right side. Third question, 5 letters that connect to both sides. Fourth question, 3 letters that change their shape while connecting to other letters. Final and fifth question, 5 vowels. ഇനി നമുക്ക് ഉച്ചാരണ നിയമത്തിൻ്റെ പരീക്ഷ, രണ്ടാമത്തെ പരീക്ഷ. ആദ്യത്തെ ചോദ്യം, 3 മുഖ്യ ഉച്ചാരണ നിയമങ്ങൾ. രണ്ടാമത്തെ ചോദ്യം, 2 ചെറിയ ഉച്ചാരണ നിയമങ്ങൾ. മൂന്നാമത്തെ ചോദ്യം, വാവ് എന്ന അക്ഷരവുമായി ബന്ധപ്പെട്ട 5 ഉച്ചാരണ നിയമങ്ങൾ. നാലാമത്തെ ചോദ്യം, യൂത് എന്ന അക്ഷരവുമായി ബന്ധപ്പെട്ട 5 ഉച്ചാരണ നിയമങ്ങൾ. First question, 3 major rules of pronunciation. Second, 2 minor rules of pronunciation. Third question, 5 rules related with the letter vav. Final and fourth question, 5 rules related with the letter yud. എല്ലാവരും ഈ 2 പരീക്ഷകളും എഴുതി സ്വയം പരിശോധിക്കുക, എത്രമാത്രം മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിച്ചു. മുഴുവൻ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിച്ചെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് സുന്ദരമായിട്ട് പ്രവേശിക്കാം. ഇല്ലെങ്കിൽ വീണ്ടും പഴയ ക്ലാസ്സുകൾ കണ്ട് പഠിച്ചതിന് ശേഷം മാത്രം അടുത്ത ക്ലാസ്സുകളിലേക്ക് പ്രവേശിക്കുക. ഇതെല്ലാം അടിസ്ഥാനമാണ്. അടിസ്ഥാനം ഉറച്ചില്ലെങ്കിൽ അതിനു മുകളിൽ പണിയാനായിട്ട് സാധിക്കുകയില്ല, തകർന്നു വീഴും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പൂർണ്ണമായും പഠിച്ചതിന് ശേഷം മാത്രം അടുത്ത ക്ലാസ്സിലേക്ക് പ്രവേശിക്കുക. എല്ലാവർക്കും വളരെയധികം നന്ദി. തൗദീ സാഗി. താങ്ക്സ് എ ലോട്ട്.